അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെതിരെ ഇപ്പോഴും കടുത്ത രീതിയിലാണ് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോട് എന്ന ആൾക്കൊപ്പം ഒരു റൊമാൻറ്റിക് വീഡിയോ ചെയ്തപ്പോഴും രേണുവിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളല്ല രേണു ചെയ്യുന്നതെന്നാണ് ആളുകൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം എന്നത്. മക്കളെ നോക്കാനായി എന്തിനാണ് അഭിനയിക്കുന്നത്, കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ രേണു കൊല്ലം സുധിയുടെ മക്കളെ അവരുടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്നടക്കം ചിലർ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് രേണു സുധി. ഒരു അഭിമുഖത്തിലായിരുന്നു രേണു ഇതുമായി ബന്ധപ്പെട്ട് തന്റെ പ്രതികരണം നടത്തിയത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൊല്ലം സുധി എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ 2 മക്കളും എന്നത് എൻ്റെയും മക്കളാണ്. അതിൽ കിച്ചുവാണ് എന്നെ അമ്മയെന്ന് ആദ്യം വിളിക്കുന്നത്. അവൻ കഴിഞ്ഞിട്ട് എനിക്ക് ഋതു പോലും ശരിക്കുമുള്ളൂ. ഇതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഒരു 100 അഭിമുഖത്തിൽ ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ പേരിലല്ല വീട്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിലാണ് വീടുള്ളത്. പിന്നെ എങ്ങനെയാണ് എനിക്ക് ആ വീട്ടിൽ നിന്നും അവരെ അടിച്ചിറക്കുവാൻ കഴിയുന്നത്? കുറേ നാളായി ഞാനിത് കേൾക്കുകയാണ്. ഭർത്താവില്ലാത്തത് കൊണ്ടാണ് പലരും എന്നെ പച്ചയ്ക്ക് തെറി ഇങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ തെറി വിളിക്കുന്നവരെ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ഇവന്മാരൊക്കെ പഠിക്കൂ എന്നാണ് രേണു പറയുന്നത്. ഇന്റിമേറ്റ് സീൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം ഇഷ്ടമാണ്. ഞാനൊരു നടി കൂടിയാണ്. ഇന്റിമേറ്റ് സീൻ വേണമെങ്കിൽ ഞാൻ അഭിനയിക്കും. എൻ്റെ കംഫർട്ടിൽ നിന്നുകൊണ്ട് മാത്രമാണെന്നും രേണു പറയുകയുണ്ടായി. രേണു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നും ഇനിയും അധിക്ഷേപം തുടരുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും അഭിമുഖത്തിൽ ദാസേട്ടൻ കോഴിക്കോടും പറയുകയുണ്ടായി.